തിരുവനന്തപുരം DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല ഏറ്റെടുക്കുന്ന എൻ ശക്തനെയാണ് KPCC വൈസ് പ്രസിഡന്റ് എൻ ശക്തനാണ് താൽക്കാലിക ചുമതല നൽകിയിരിക്കുന്നത്. പാലോട് രവി രാജിവെച്ചതിനെ തുടർന്നാണ് എൻ ശക്തൻ തിരുവനന്തപുരം DCC അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത്. എൻ ശക്തൻ ചുമതല ഏൽക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് തിരുവനന്തപുരം DCC ഓഫീസിൽ. കഴിഞ്ഞ ദിവസം പാലോട് രവി നടത്തിയ ഒരു പ്രാദേശിക നേതാവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന് വിവരങ്ങൾ പുറത്തു വന്നതിനെ തുടർന്നാണ് പാലോട് രവിക്ക് സ്ഥാനം നഷ്ടമായത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത്. അതിനുശേഷം എൻ ശക്തന് പുതിയ ചുമതല, താൽക്കാലിക ചുമതല നൽകിക്കൊണ്ട് KPCC തീരുമാനമെടുക്കുകയായിരുന്നു. മുൻ സ്പീക്കറും അതേപോലെ തന്നെ കാട്ടാക്കടയിലെ മുൻ MLAയുമാണ് എൻ ശക്തൻ. അദ്ദേഹം സ്ഥാനമേൽക്കുന്നതിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്, തിരുവനന്തപുരം DCC ഓഫീസിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. സലീം മാലിക് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങൾ നൽകാൻ. സലീം, DCC അധ്യക്ഷ പദവിയിലേക്ക് അതിൻ്റെ താൽക്കാലിക ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് മുൻ സ്പീക്കറും കാട്ടാക്കട മുൻ MLAയുമായ എൻ ശക്തൻ. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. പാലോട് രവി കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല രാജിക്ക് ശേഷവും. എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ സലീം? GK, ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. ഇപ്പോൾ പാലോട് രവിയിൽ നിന്ന് മുൻ DCC അധ്യക്ഷൻ പാലോട് രവി ഇപ്പോൾ എൻ ശക്തന് താൽക്കാലിക DCC അധ്യക്ഷന്റെ ചുമതല കൈമാറിയിരിക്കുകയാണ്. ആ ചടങ്ങ് പൂർത്തിയായിട്ടുണ്ട്. DCC ഓഫീസിലെ ഈ പ്രസിഡന്റിന്റെ മുറിയിൽ വെച്ചാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഈ മുറിയിൽ ഇപ്പോൾ നിരവധി പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. ഒരുപക്ഷെ ഒരു മാസത്തിനകം നടക്കുന്ന പുനഃസംഘടനയിൽ വലിയ ആഘോഷമായി തന്നെ ഒരു പുതിയ DCC അധ്യക്ഷന്റെ സ്ഥാനാരോഹണം നടക്കേണ്ടതായിരുന്നു. അതിനിടയിലാണ് ഈ വിവാദ ഫോൺ സംഭാഷണവും അതിനെ തുടർന്ന് ഇപ്പോൾ പാലോട് രവി എൻ ശക്തനെ ആശ്ലേഷിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ വിഷയത്തിന് ശേഷം പാലോട് രവി ഏതെങ്കിലും നിലയിൽ മാധ്യമങ്ങളുമായി സംസാരിച്ചിട്ടില്ല. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനായി ഈ വിഷയത്തിന് ശേഷം, രാജിക്ക് ശേഷം പലതവണ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയിരുന്നെങ്കിലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയിച്ചിരുന്നത്. പൊതുപരിപാടികളിൽ നിന്നും 2 ദിവസം വിട്ടുനിൽക്കുകയായിരുന്നു. ഇന്ന് രാവിലെ മുതൽ പാലോട് രവി സജീവമായി പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. രാവിലെ പോത്തൻകോട് ഒരു പരിപാടിയിൽ പോയി. അതിന് പിന്നാലെയാണ് ഈ പരിപാടിയിലേക്ക് DCC അധ്യക്ഷനെ പുതുതായി എൻ ശക്തൻ ചുമതല ഏറ്റെടുക്കുന്ന ചടങ്ങിലേക്ക് എത്തിയത്. ഇപ്പോഴെന്തായാലും പ്രവർത്തകർ എൻ ശക്തനെ ഷാൾ അണിയിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വരികയും ചെയ്യുന്നുണ്ട്. മുൻ മന്ത്രിയാണ്, മുൻ സ്പീക്കറാണ്, മുൻപ് DCCയുടെ ട്രഷററായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതിനു മുൻപ് KPCCയിലും AICCയിലും അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് എൻ ശക്തനെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലെ കോൺഗ്രസിന് ഇനിയിപ്പോൾ താൽക്കാലിക ചുമതലയാണെങ്കിൽ പോലും വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. പ്രത്യേകിച്ചും വലിയ വിഭാഗീയത ഈ പാർട്ടിയിലെ പല മേഖലകളിലായി നിൽക്കുന്ന സാഹചര്യത്തിൽ DCC അധ്യക്ഷൻ നേരിടാൻ പോകുന്നത് വലിയ വെല്ലുവിളിയാണ്. കാരണം ഏതെങ്കിലും നിലയിൽ ഒരു നല്ല അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ചുമതലയിലേക്ക് എത്തേണ്ടി വന്നത്. അതിന് പകരം അദ്ദേഹം ഇവിടേക്ക് എത്തുന്നത് വിവാദ ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ടാണ്. മാത്രമല്ല അതിന്റെ അസ്വസ്ഥത, വിവാദ ഫോൺ സംഭാഷണത്തെ തുടർന്നാണ് പാലോട് രവിക്ക് രാജിവെക്കേണ്ടി വന്നതും. ഇപ്പോൾ DCCയുടെ താൽക്കാലിക അധ്യക്ഷ പദവിയിലേക്ക് എൻ ശക്തൻ എത്തുകയാണ്. അവിടെ DCC ഓഫീസിൽ കാണുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. പാലോട് രവി എൻ ശക്തൻ ആശ്ലേഷിക്കുന്നത് നമ്മൾ കണ്ടു. സലീം മാലിക് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.